സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, പ്രഭാഷകൻ്റെ ഗ്രന്ഥം 41, 42, 43 എന്നീ അധ്യായങ്ങൾ ഓപ്ഷനോടുകൂടിയ ചോദ്യോത്തരങ്ങൾ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് പോകാം. ചോദ്യം 1. തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന് എന്താണ് അരോചകം? ഓപ്ഷൻ: മരണം, ജീവിതം, സ്നേഹം. ഉത്തരം: മരണം. 41:1. 2. വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ടവനും എന്താണ് സ്വാഗതാർഹം? ഓപ്ഷൻ: സമ്പത്ത്, ആരോഗ്യം, മരണം. ഉത്തരം: മരണം. 41:2. 3. മനുഷ്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പ് എന്താണെന്നാണ് പ്രഭാഷകൻ 41:3 പറയുന്നത്? ഓപ്ഷൻ: ഐശ്വര്യം, മരണം, ജീവിതം. ഉത്തരം: മരണം. 4. ആയുസ് 10, 100, 1000 വർഷമായാലും എവിടെ അതേപ്പറ്റി ചോദ്യം ഇല്ലെന്നാണ് പ്രഭാഷകൻ 41:4 പറയുന്നത്? ഓപ്ഷൻ: സ്വർഗത്തിൽ, പാതാളത്തിൽ, ഭൂമിയിൽ. ഉത്തരം: പാതാളത്തിൽ. 5. പാപികളുടെ സന്താനങ്ങൾ എങ്ങനെ ഉള്ളവരാണ്? വാക്യം 41:5. ഓപ്ഷൻ: അഹങ്കാരികൾ, ബുദ്ധിഹീനർ, മ്ലേച്ഛസന്തതികൾ. ഉത്തരം: മ്ലേച്ഛസന്തതികൾ. 6. ആരുടെ സന്താനങ്ങളാണ് അവകാശം നശിക്കുകയും നിത്യനിന്ദയ്ക്ക് പാത്രമാകുകയും ചെയ്യുന്നത്? ഓപ്ഷൻ: ദരിദ്രൻ്റെ സന്താനങ്ങൾ, സമ്പന്നൻ്റെ സന്താനങ്ങൾ, പാപിയുടെ സന്താനങ്ങൾ. ഉത്തരം: പാപിയുടെ സന്താനങ്ങൾ. 7. ദൈവഭയമില്ലാത്ത പിതാവിനെ ആര് കുറ്റപ്പെടുത്തും എന്നാണ് പ്രഭാഷകൻ 41:7 പറയുന്നത്? ഓപ്ഷൻ: മക്കൾ, അയൽക്കാർ, സഹോദരങ്ങൾ. ഉത്തരം: മക്കൾ. 8. ആരുടെ കൽപ്പനകൾ നിരസിച്ച് ദൈവഭയമില്ലാത്ത ജനമേ നിനക്ക് കഷ്ടം എന്നാണ് പ്രഭാഷകൻ 41:8 പറയുന്നത്? കർത്താവിൻ്റെ, സൃഷ്ടാവിൻ്റെ, അത്യുന്നത ദൈവത്തിൻ്റെ. ഉത്തരം: അത്യുന്നത ദൈവത്തിൻ്റെ. 9. ആരാണ് ശാപത്തിലേക്ക് ജനിച്ചത്? ഓപ്ഷൻ: അനുസരണയില്ലാത്തവൻ, സ്നേഹമില്ലാത്തവൻ, ദൈവഭയമില്ലാത്തവൻ. ഉത്തരം: ദൈവഭയമില്ലാത്തവൻ. 10. എന്തിനെ പ്രതിയാണ് മനുഷ്യൻ വിലപിക്കുന്നത്? ജീവിതത്തെ പ്രതി, മരണത്തെ പ്രതി, ശരീരത്തെ പ്രതി. ഉത്തരം: ശരീരത്തെ പ്രതി. 11. എന്തിൽ ശ്രദ്ധാലുവായിരിക്കുക? 1000 സ്വർണ്ണ നിക്ഷേപത്തേക്കാൾ അത് അക്ഷയമാണ് എന്നത് എന്തിനെക്കുറിച്ചാണ് പ്രഭാഷകൻ 41:12 പറയുന്നത്? ആരോഗ്യം, സമ്പത്ത്, സൽകീർത്തി. ഉത്തരം: സൽകീർത്തി. എന്താണ് ശാശ്വതമെന്ന് പ്രഭാഷകൻ 41:13 പറയുന്നത്? ധനം, ആരോഗ്യം, സൽകീർത്തി. ഉത്തരം: സൽകീർത്തി. 13. പ്രഭാഷകൻ 41:14 നിഗൂഢ ജ്ഞാനവും അജ്ഞാതനിധിയും എന്താണെന്നാണ് പറയുന്നത്? ഓപ്ഷൻ: ശാശ്വതം, നിഷ്പ്രയോജനം, ഉപകാരം. ഉത്തരം: നിഷ്പ്രയോജനം. 14. ലജ്ഞിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രഭാഷകൻ്റെ ഗ്രന്ഥത്തിൽ ഏതധ്യായം മുതൽ ആണ് വാക്യവും പറയുക? പ്രഭാഷകൻ 41:17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. 15. ലജ്ഞിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുതെന്ന് പ്രഭാഷകൻ എത്രാം അധ്യായവും വാക്യവും പറയുക? പ്രഭാഷകൻ 42:1 മുതൽ 6 വരെ. 16. അത്യുന്നതൻ്റെ നിയമം, അവിടുത്തെ ഉടമ്പടിയും നീ എന്തായിരിക്കണമെന്നാണ് പ്രഭാഷകൻ 42:1 പറയുന്നത്? അനുസരിക്കണം, ബഹുമാനിക്കണം, ലജ്ഞിക്കേണ്ട. ഉത്തരം: ലജ്ഞിക്കേണ്ട. 17. ആർക്ക് നല്ല ശിക്ഷണം നൽകുന്നതിൽ ലജ്ഞിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻ: കുട്ടികൾക്ക്, അനുസരണയില്ലാത്തവർക്ക്, അഹങ്കാരികൾക്ക്. ഉത്തരം: കുട്ടികൾക്ക്. ചോദ്യം 18. കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും എന്ത് ചെയ്യണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻ: കൃത്യത കാണിക്കണം, സൂക്ഷ്മത കാണിക്കുക, സത്യസന്ധമായിരിക്കുക. ഉത്തരം: സൂക്ഷ്മത കാണിക്കുക. 19. എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം. ക്രയവിക്രയങ്ങൾ എന്ത് സൂക്ഷിക്കണം, ലജ്ഞിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻ: കണക്ക് സൂക്ഷിക്കുക, രേഖ സൂക്ഷിക്കുക, വിവരങ്ങൾ സൂക്ഷിക്കുക. ഉത്തരം: രേഖ സൂക്ഷിക്കുക.
20. പ്രഭാഷകൻ 42-ൻ്റെ രണ്ടാമത്തെ ശീർഷകം ഏത്? ഓപ്ഷൻ: മകളെക്കുറിച്ചുള്ള ആകുലത, കുട്ടികളുടെ ശിക്ഷണം, ലജ്ഞിക്കേണ്ട കാര്യങ്ങൾ. ഉത്തരം: മകളെക്കുറിച്ചുള്ള ആകുലത. 21. ആരെക്കുറിച്ച വിചാരമാണ് പിതാവിൻ്റെ നിദ്ര അപഹരിക്കുന്നതെന്ന് പ്രഭാഷകൻ 42-ൻ്റെ 9 പറയുന്നത്? ഓപ്ഷൻ: പുത്രിയെക്കുറിച്ച്, കുട്ടികളെക്കുറിച്ച്, മകളെക്കുറിച്ച്. ഉത്തരം: മകളെക്കുറിച്ച്. ചോദ്യം 22. ആരെ കർശനമായി നിയന്ത്രിച്ചില്ലെങ്കിൽ പിതാവ് ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനങ്ങളുടെ മധ്യേ അപമാനിതനുമാകും? ഓപ്ഷൻ: മകളെ, കുട്ടികളെ, ദുശ്ശാഠ്യക്കാരിയായ പുത്രിയെ. ഉത്തരം: ദുശ്ശാഠ്യക്കാരിയായ പുത്രിയെ. 23. ആരാണ് ലജ്ഞയും അപമാനവും വരുത്തിവെക്കുന്നതെന്ന് പ്രഭാഷകൻ 42-ൻ്റെ 14 പറയുന്നത്? ഓപ്ഷൻ: സ്ത്രീ, പുത്രി, ഭാര്യ. ഉത്തരം: സ്ത്രീ. 24. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഏത് വഴിയാണ് നിർവഹിക്കപ്പെട്ടത്? ഓപ്ഷൻ: സൃഷ്ടി വഴി, വചനം വഴി, പ്രവചനം വഴി. ഉത്തരം: വചനം വഴി. 42:15. ചോദ്യം 25. ആരുടെ മഹത്വമാണ് എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നതെന്ന് പ്രഭാഷകൻ 42:16 പറയുന്നത്? ഓപ്ഷൻ: കർത്താവിൻ്റെ, സൃഷ്ടാവിൻ്റെ, അത്യുന്നതൻ്റെ. ഉത്തരം: കർത്താവിൻ്റെ. 26. കർത്താവിൻ്റെ വിസ്മയനമായ പ്രവൃത്തികൾ ആർക്ക് പോലും അവർണ്ണനീയമാണ്? ഓപ്ഷൻ: മനുഷ്യർക്ക്, ദൂതന്മാർക്ക്, വിശുദ്ധർക്ക്. ഉത്തരം: വിശുദ്ധർക്ക്. 42:17. 27. ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയത്തെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകളെ ഗ്രഹിക്കുന്നത് ആരാണ്? നീതിമാൻ, കർത്താവ്, വിശുദ്ധർ. ഉത്തരം: കർത്താവ്. ചോദ്യം 28. ഒരു ചിന്തയോ ഒരു വാക്കോ ആരിൽ നിന്നും മറഞ്ഞിരിക്കുന്നില്ല? ഓപ്ഷൻ: കർത്താവിൽ നിന്നും, രക്ഷകനിൽ നിന്നും, സൃഷ്ടാവിൽ നിന്നും. ഉത്തരം: കർത്താവിൽ നിന്നും. 29. എല്ലാം ജോഡികളായി, ദ്വന്ദ്ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്തെല്ലാം? മനുഷ്യൻ, മൃഗങ്ങൾ, എല്ലാ വസ്തുക്കളും. ഉത്തരം: എല്ലാ വസ്തുക്കളും. 30. ആരുടെ മഹത്വമാണ് എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത്? സൃഷ്ടാവിൻ്റെ, അത്യുന്നതൻ്റെ, കർത്താവിൻ്റെ. ഉത്തരം: കർത്താവിൻ്റെ. അത്യുന്നതൻ്റെ സൃഷ്ടികൾ എത്ര വിസ്മയകരമാണെന്ന് എന്താണ് പ്രഘോഷിക്കുന്നതെന്ന് പ്രഭാഷകൻ 43:2 പറയുന്നത്? ഓപ്ഷൻ: ഭൂമി, ആകാശം, ഉദിച്ചുയരുന്ന സൂര്യൻ. ഉത്തരം: ഉദിച്ചുയരുന്ന സൂര്യൻ. 33. ആരാണ് എരിയുന്ന ചൂളയിൽ ജോലി ചെയ്യുന്നത്? കല്ലുപണിക്കാരൻ, ചൂള ജ്വലിപ്പിക്കുന്നവൻ, കൊത്തുപണിക്കാരൻ. ഉത്തരം: ചൂള ജ്വലിപ്പിക്കുന്നവൻ. 34. യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ എന്താണ് കർത്താവ് സൃഷ്ടിച്ചത്? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. ഉത്തരം: ചന്ദ്രൻ. 43:6. ചോദ്യം 35. എന്തിൻ്റെ ശോഭയാണ് ആകാശത്തിൻ്റെ സൗന്ദര്യമെന്ന് പ്രഭാഷകൻ 43:9 പറയുന്നത്? ഓപ്ഷൻ: ചന്ദ്രൻ്റെ, നക്ഷത്രങ്ങളുടെ, സൂര്യൻ്റെ. ഉത്തരം: നക്ഷത്രങ്ങളുടെ. 36. എന്തിനെ നോക്കി സൃഷ്ടാവിനെ സ്തുതിക്കുവിനെന്നാണ് പ്രഭാഷകൻ 43:11 പറയുന്നത്? ഓപ്ഷൻ: മഴവില്ലിനെ, നക്ഷത്രങ്ങളെ, ചന്ദ്രനെ. ഉത്തരം: മഴവില്ലിനെ. 37. ആര് പ്രത്യക്ഷപ്പെടുമ്പോഴാണ് പർവ്വതങ്ങൾ വിറകൊള്ളുന്നത്? ഓപ്ഷൻ: ദൈവം, സൃഷ്ടാവ്, കർത്താവ്. 43:16. ഉത്തരം: കർത്താവ്. ചോദ്യം 38. മേഘഗർജനം കൊണ്ട് കർത്താവ് ഭൂമിയെ എന്തു ചെയ്യുന്നുവെന്നാണ് പ്രഭാഷകൻ 43:17 പറയുന്നത്? ഓപ്ഷൻ: ഭൂമിയെ നടുക്കുന്നു, ഭൂമിയെ ശാസിക്കുന്നു, ഭൂമിയെ വിറകൊള്ളിക്കുന്നു. ഉത്തരം: ഭൂമിയെ ശാസിക്കുന്നു. 39. അതിൻ്റെ വെണ്മ കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു. എന്തിനെക്കുറിച്ചാണ് പ്രഭാഷകൻ 43:18 പറയുന്നത്? മഞ്ഞിനെക്കുറിച്ച്, മഴയെക്കുറിച്ച്, ആലിപ്പഴത്തെക്കുറിച്ച്. ഉത്തരം: മഞ്ഞിനെക്കുറിച്ച്. 40. കർത്താവ് ഭൂമിയിൽ ഉപ്പുപോലെ തുഷാരം വീഴ്ത്തുന്നു. ഉറയുമ്പോൾ അത് എന്തുപോലെയാകുന്നു?
കൂർത്ത മുള്ളുപോലെ, പാറ പോലെ, ജലം പോലെ. ഉത്തരം കൂർത്ത മുള്ളുപോലെ. 41. ഏത് കാറ്റ് വീശുമ്പോഴാണ് ജലോപരിതലം മഞ്ഞുകട്ടയാകുന്നത്? ഓപ്ഷൻ കിഴക്കൻ കാറ്റ്, തെക്കൻ കാറ്റ്, തണുത്ത വടക്കൻ കാറ്റ്. ഉത്തരം തണുത്ത വടക്കൻ കാറ്റ്. 42. അത്യഘാതത്തെ നിശ്ചലമാക്കി അതിൽ എന്താണ് കർത്താവിൻ്റെ നിശ്ചയപ്രകാരം പ്രതിഷ്ഠമായത്? മഞ്ഞുകട്ടകൾ, ദ്വീപുകൾ, പവിഴപ്പുറ്റുകൾ. ഉത്തരം ദ്വീപുകൾ. 43, 23. ചോദ്യം 43. എല്ലാറ്റിൻ്റെയും സാരം എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻ കർത്താവ് സൃഷ്ടിയുടെ മകുടം, എല്ലാം കർത്താവിൻ്റെ കരവേല, കർത്താവാണ് സർവ്വവും. ഉത്തരം കർത്താവാണ് സർവ്വവും. 43, 27. ചോദ്യം 44. എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ആരെ സ്തുതിക്കുവിൻ എന്നാണ് പ്രഭാഷകൻ 43, 30 പറയുന്നത്? സൃഷ്ടാവിനെ, കർത്താവിനെ, അത്യുന്നതനെ. ഉത്തരം കർത്താവിനെ. 45. കർത്താവ് തൻ്റെ ഭക്തർക്ക് എന്താണ് പ്രദാനം ചെയ്യുന്നതെന്നാണ് പ്രഭാഷകൻ 43, 33 പറയുന്നത്? ജ്ഞാനം, ബുദ്ധി, സമ്പത്ത്. ഉത്തരം ജ്ഞാനം. ഇതുവരെയും ഈ വചനഭാഗം ശ്രവിച്ച എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ താങ്ക്സ്.